മന്ത്രി കെ രാജുവിന്റെ വാഹനത്തിനു നേരെ കരിങ്കൊടി വീശിയതോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷങ്ങൾ ആരംഭിച്ചത്. വാഹനം തടഞ്ഞ പ്രവർത്തകർ മന്ത്രി കെ രാജുവിനെ കരിങ്കൊടി കാണിച്ചു. പോലീസ് ലാത്തി വീശിയപ്പോൾ പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും കൂട്ടമായെത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധം നടത്തിയവരെ മാറ്റാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ലാത്തി ചാർജും. യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം തുടരുന്നതിനിടെ കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ അടക്കമുള്ളവർ സമരപ്പന്തലിലെത്തി. ഇതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം. ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വാശ്രയ പ്രശ്നം കോടതി കയറുകയും നിയമസഭാ സമ്മേളനം പടിവാതിൽക്കലെത്തുകയും ചെയ്തതോടെ വരും ദിവസങ്ങളിലും തിരുവനന്തപുരം നഗരം സംഘർഷഭരിതമാകുമെന്നാണ് സൂചന. കൃപാനാരായണനോടൊപ്പം PP ജസീം, മീഡിയ 1, തിരുവനന്തപുരം.